കർത്താവിൻ്റെ സ്നേഹത്തിനാണ് യോഹന്നാൻ ആദ്യം മുതലേ വല്ലാത്ത പ്രാധാന്യം നൽകിയത്. ആ സ്നേഹത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കാരുണ്യം വരുന്നത്. ആ കാരുണ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം മുറിക്കൽ ശുശ്രൂഷ യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. പക്ഷേ എല്ലാ സുവിശേഷവും ഒരുപോലെ അപ്പം വർദ്ധിപ്പിച്ച ശുശ്രൂഷ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അക്കാലത്ത് നടന്ന ഏറ്റവും വലിയ 5000 പുരുഷന്മാർ തന്നെ പന്തിയിലിരിക്കുകയാണ്. സ്ത്രീകളും കുഞ്ഞുങ്ങളും അവിടെ നിൽക്കുകയാണ് ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ കാര്യം ഇവരെല്ലാവരും പെസഹായ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെസഹായ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജനപ്രവാഹമാണ് യേശുവിനെ കണ്ടുമുട്ടുന്നത്. ജെറുസലേമിലേക്ക് ജനങ്ങൾ പ്രവാഹമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ അവരുടെ അന്നന്തപ്പം ഉണ്ട്. യേശു അത് ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് മാത്രം വാങ്ങിച്ച് അത് ആശുപത്രി വിളമ്പി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർക്ക് കർത്താവിൻ്റെ സ്നേഹത്താലും കാരുണ്യത്താലും പ്രേരിതരായി അവിടെ കയ്യിലുള്ള അപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തതാണ് സംഭവം എന്നാണ് പറഞ്ഞു തീർത്ത് കളഞ്ഞത്. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് തോന്നും. പക്ഷേ എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സാത്താൻ തന്ത്രപരമായിട്ട് ദൈവശാസ്ത്രജ്ഞന്മാരെ കയ്യിലെടുത്തിട്ടുണ്ട് പല കാലങ്ങളിലും. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ പുനഃക്രമീകരിക്കാൻ നോക്കും. അതുകൊണ്ട് സംഭവിക്കണമെന്ന് വെച്ചാൽ ഡിവിനിറ്റി ഓഫ് ജീസസ് ആണ് സാത്താൻ തന്ത്രപരമായിട്ട് ചോദ്യം ചെയ്തതാണ്. അതായത് ഇവിടെ അത്ഭുതം നടന്നില്ല, ജനങ്ങളുടെ കയ്യിലിരുന്ന് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വിതരണം ചെയ്തതാണെന്ന് പറയുമ്പോൾ ബുദ്ധിപരമായിട്ട് അത് ഓക്കെയാണ്. പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യണത് എന്താണ്? ഡിവിനിറ്റി ഓഫ് ജീസസ്, കർത്താവിൻ്റെ ദൈവീകതയുടെ അടയാളമെന്നാണ് ബൈബിൾ പറയണത്.